ബോയ്സിന് എന്ത് പ്രിവിലേജ് കിട്ടുന്നോ അതേ പ്രിവിലേജ് കൊടുത്താണോ നിങ്ങൾ പെൺകുട്ടികളെയും വളർത്തുന്നത്? ഉം, അവരെടുക്കുന്ന അതേ റിസ്കുകളാണോ പെൺകുട്ടികൾ എടുക്കുന്നത്? ഉം, ഉം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണം എന്നും കുറഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ. ഉം. ഞാനിന്ന് പറഞ്ഞത് അതാണ്. ഇനിയും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റാർട്ടപ്പ് മിഷനും പിന്നെ കുടുംബശ്രീയും ഒക്കെ എത്ര സ്കീമുകൾ ശ്രമിച്ചു. കൊണ്ടുവന്നാലും ഈ ബേസിക് സോഷ്യൽ ഫാബ്രിക് മാറാതെ ഉം, ഇതിലൊരു മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇന്ന് അവിടെ ഇരുന്ന സ്ത്രീകളോട് പറഞ്ഞ ഇതാണ്. സോ യു കണ്ടിന്യൂസ്ലി നെഗോഷിയേറ്റ്, ഉം, you challenge your parents that I deserve the same treatment. You continuously challenge your husband saying that I will make more money than you by ഉം, doing this. ഉം, എന്ന് പറഞ്ഞ് you tell your parents that I don't need to go for a job. I ഉം, can as well do a business ഉം. and make more money, right? And my life will be secure. ഈ നെഗോഷിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. കാരണം നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നു. എന്നാലും പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നു, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു. അവിടെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാവുന്ന ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതും കൂടെ കൂട്ടത്തിൽ പൊക്കോട്ടെ, അല്ലേ? അങ്ങനെയല്ലേ? Correct. ഇപ്പം അത് കുറച്ചുകൂടെ മാറി കരിയർ ഫസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. പെൺകുട്ടികൾ വന്നു തുടങ്ങി. അതായത് മറ്റതൊക്കെ ഒന്ന് പുറകോട്ട് നിന്നാലും എനിക്ക് എൻ്റെ ജോലി പ്രധാനമാണ്, എൻ്റെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് എനിക്ക്. അടുത്ത സ്റ്റെപ്പായിട്ട് ഐ തിങ്ക് പീപ്പിൾ വിൽ സ്റ്റാർട്ട് വെഞ്ചറിങ് ഇൻ ടു മോർ എൻ്റർപ്രൈസ്. ഒരു സോഷ്യൽ ഫാബ്രിക് ആണ്. ഉം, അത് മാറണമെങ്കിൽ ഒന്ന് കൂടുതൽ കൂടുതൽ എക്സാമ്പിൾസ് വരണം. ഉം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെയാ, ഞാൻ ഇന്ന് അവിടെ നിന്ന് ഞാൻ അവിടെ ആലോചിക്കായിരുന്നു ആരുടെ പേര് ഞാൻ പറയും. Correct. അത്തരത്തിലുള്ള ബ്രാൻഡ് ഏതാണ് കേരളത്തിൽ നിന്നുള്ള? എൻ്റെ അറിവിലില്ല. എന്റെ അറിവിലും ഇല്ല ആ. ഇങ്ങനെ പറയുമ്പോ. അപ്പോൾ അതൊരു ഒരു 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 നമുക്കൊരു റിയലൈസേഷൻ അല്ലേ? അങ്ങനെയുള്ള 10 പേര് വരുമ്പോഴല്ലേ അടുത്ത തലമുറയെങ്കിലും ഇത് കണ്ട് രസകരമായിട്ട് വരട്ടെ. അതിനാര് ചെയ്യണം? അത് പേരൻസും ടീച്ചേഴ്സും ഈ പറയുന്ന ഒരു ജനറൽ സൊസൈറ്റി ഹാസ് ടു എനേബിൾ വിമൻ ടു തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഗിവ് ദം ദ പ്രിവിലേജ് ഉം. ടു ആക്ട്.